ഇന്ന് മുതൽ നാളെ പൂർണ്ണമായിട്ടും ലോകം മുഴുവനും ശിവനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ശിവരാത്രി എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു പക്ഷേ ഇന്ന് പോലും സമീപകാലത്ത് പോലും അന്ധവിശ്വാസമാണെന്നും അനാചാരമാണെന്നും ദുരാചാരമാണെന്നും പറയുന്ന ആളുകളുണ്ടാകാം. പക്ഷെ അവർക്ക് പോലും ക്ഷേത്ര സംസ്കാരത്തെ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അടുത്ത കാലത്തായിട്ട് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ബലികർമ്മങ്ങൾ നടത്തുന്ന സ്ഥലങ്ങളിൽ, വാവുബലി നടത്തുന്ന സ്ഥലങ്ങളിൽ സകല മതത്തിലും വിശ്വാസത്തിലുമുള്ള ആളുകളും എത്തിച്ചിരുന്നു. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്ന സകല മതങ്ങളുടെയും മാതാവാണ് ഭാരതം എന്നുള്ളത് കൊണ്ടാണ് അത്. കാര്യം ഭാരതത്തിൽ നിന്നാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയിട്ടുള്ളത്. യേശുദേവൻ പിറന്ന സമയത്ത് ആ ഉണ്ണിയേശുവിനെ കാണാൻ വേണ്ടി ജെറുസലേമിന്റെ കിഴക്കൻ രാഷ്ട്രങ്ങളിൽ നിന്ന് മീറയും കുന്തിരിക്കവുമായി സന്യാസി ശ്രേഷ്ഠന്മാർ വന്നിരുന്നു എന്ന് ബൈബിൾ പഴയ നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കാലത്ത് അവിടെ ഒരു പൂജാ വിധിയോ ആരാധനാ സമ്പ്രദായമോ ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ഭാരതത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാര് അത് മനസ്സിലാക്കിയത്? ഒരു മഹാനായ കുട്ടി ജനിച്ചിരിക്കുന്നു എന്ന്. ഇതിൽ രണ്ട് കാര്യങ്ങളുള്ളത്. ഒന്ന്, അന്നേ ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും മനസ്സിലാക്കിയിരുന്ന ആളുകളാണ് ഭാരതീയർ. ഇന്നൊരു പക്ഷേ പലയിടങ്ങളിലും ജ്യോതിഷവും ക്ഷേത്രാചാരങ്ങളും എല്ലാം ചടങ്ങുകളായിട്ട് അധപ്പതിച്ചു പോകുമ്പോൾ, ഇവിടെ സാറ് തന്നെ പറഞ്ഞു, നമ്മളിവിടെ ക്ഷേത്ര ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് മിച്ചം പിടിക്കുന്ന കാര്യങ്ങൾ അനാവശ്യമായിട്ട് ചെലവഴിക്കുന്നില്ല. പല ക്ഷേത്രങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതും നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുള്ളതും ലക്ഷക്കണക്കിന് രൂപയാണ് കരിമരുന്ന് പ്രയോഗത്തിന് എടുക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് ആന എഴുന്നള്ളത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ തന്നെ കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ആന ഇടഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് അപകടം പറ്റിയിട്ടുള്ളത് നമ്മൾ കാണുകയുണ്ടായി. ശ്രീനാരായണ ഗുരുദേവൻ ഒരിക്കൽ പറയുകയുണ്ടായി, കരിയും കരിമരുന്നും ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമല്ല. ഈ കാശ് സേവന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ സാഹിത്യവും കലയും തത്വചിന്തയും എല്ലാം വളരാനുള്ള വേദിയാണ് ഇത്. അത്തരം വേദികളിലായിരുന്നു വേദങ്ങൾ ചൊല്ലിയതും അറിവുകൾ നേടിയിരുന്നതും പഴയ കാലത്ത്. അതെല്ലാം ഇന്ന് പല ക്ഷേത്രങ്ങളിൽ നിന്നും അന്യം നിന്ന് പോയിട്ട് പലപ്പോഴും ഗണേശോത്സവങ്ങൾ പോലും DJ വെച്ച് മദ്യപിച്ച് ചാടി മറിഞ്ഞ് കളിക്കുന്ന യുവാക്കന്മാരെ നമുക്ക് കാണാൻ പറ്റും. എങ്ങോട്ടാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്? മറ്റുള്ളവരെ സഹായിക്കാനോ അവർക്ക് താങ്ങും തണലുമായി നിൽക്കാനോ സ്നേഹിക്കാനോ അവരെ പരിചരിക്കാനോ പോകുന്നതിന് പകരം കൂടെ അന്തിയുറങ്ങിയവരെയും കൂടെ പഠിച്ചവരെയും കൂടെ കളിച്ചവരെയും കൂടെ നടന്നവരെയും തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുന്ന സംസ്കാരത്തിലേക്ക് നമ്മുടെ കൊച്ചു കുട്ടികൾ പോലും മാറിക്കൊണ്ടിരിക്കുക. എവിടെയാണ് നമുക്ക് പിഴച്ചുപോയത്? പക്ഷേ ഈ ശിവതത്വത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കാളകൂടം കുടിച്ചവനാണ് ശിവൻ. ആരും തന്നെ നശിക്കാൻ പാടില്ല. നമ്മുടെ വൈദിക മന്ത്രങ്ങളിൽ, ഉപനിഷത്ത് മന്ത്രങ്ങളിലൊക്കെ നമുക്ക് കാണാം, സർവേ ഭവന്തു സുഖിനഃ,
സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. സർവേ ഭവന്തു സുഖിനഃ, എല്ലാവർക്കും എല്ലാത്തിനും സർവ സുഖമുണ്ടാകട്ടെ. അത് മനുഷ്യർക്ക് മാത്രമല്ല, സകല ജീവജാലങ്ങൾ, വൃക്ഷലതാദികൾക്ക് പോലും നന്മയുണ്ടാവണം, അത് നിലനിൽക്കണം. അത് നിലനിന്നാലേ എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കും. സർവേ സന്തു നിരാമയ, ആമയങ്ങളൊന്നും ഉണ്ടാവരുത്, നിരാമയമായിട്ട് ദുഃഖമില്ലാതെ. അമയം ദുഃഖം എന്നാണ്. ദുഃഖങ്ങളൊന്നും ആർക്കും ഉണ്ടാവരുത്. സർവേ ഭദ്രാണി പശ്യന്തു, എല്ലാവരും ശ്രേഷ്ഠരായിട്ട് ഭദ്രരായിട്ട് ആരോഗ്യമുള്ളവരായിട്ട് കാണപ്പെടട്ടെ. മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്, യാതൊരു തരത്തിലുള്ള ദുഃഖങ്ങളും എവിടെയും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ പ്രാർത്ഥന അതാണ് ഭാരതത്തിന്റെ. അത് ഏതെങ്കിലും ഒരു ജാതിക്കോ മതത്തിനോ വർഗത്തിനോ വർണ്ണത്തിനോ വേണ്ടിയിട്ടുള്ളതല്ല. ശിവരാത്രിയുടെ കഥ നമുക്കറിയാം. ശാപമേറ്റ ദേവന്മാര് എങ്ങനെയാണ് എന്നും 16 നിൽക്കുന്ന നന്മ, ദൈവം, ദേവൻ, ഈശ്വരൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ദിവ്യമായ കഴിവുള്ളവര്. നമ്മുടെ ഇടയിലൊക്കെ ദേവന്മാരുണ്ട്, നമ്മുടെ ഇടയിൽ അസുരന്മാരുണ്ട്, ദാനവന്മാരും ദൈത്യന്മാരും മനുഷ്യന്മാരും മൃഗങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോ കലികാലത്താണോ എന്നറിയില്ല, കൂടുതലുള്ളത് നമുക്കിടയിൽ മൃഗങ്ങളാണ്. അതുകൊണ്ടാവാം ഒരുപക്ഷെ കാട്ടിൽ നിന്ന് മൃഗങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുന്നു. നമ്മൾ വിചാരിക്കുന്നത് നമ്മളൊക്കെ മനുഷ്യരാണ്, പക്ഷേ മൃഗങ്ങൾ ഒരുപക്ഷെ തിരിച്ചറിയുന്നത് നമ്മുടെ കൂട്ടുകാരാണല്ലോ നാട്ടിലൊക്കെ ജീവിക്കുന്നത്. അങ്ങനെ തിരിച്ചറിവില്ലാതെ ആയിരിക്കാം ആനയും കാട്ടുപോത്തും പന്നിയും ഒക്കെ കാട് വിട്ട് നാട്ടിലേക്ക് വരുന്നത്. നമ്മൾ തിരിച്ചങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ സംസ്കാരമുണ്ടെന്ന് പറയപ്പെടുന്ന മനുഷ്യരിന്ന് വീണ്ടും ഗുഹാജീവിതത്തിലേക്ക് പോകുന്നു, റിസോർട്ടുകളിലേക്ക് പോകുന്നു, കാട്ടിനുള്ളിലേക്ക് പോകുന്നു, അവിടെയുള്ള വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പോകുന്നു. കാടിനുള്ളിൽ ഇരുന്നിട്ടാണ് അവർക്ക് സന്തോഷം കിട്ടുന്നത്. അപ്പൊ തിരിച്ചു പോക്ക് നമ്മളും തുടങ്ങുന്നത്. സ്വാമി വിവേകാനന്ദൻ ഒരിക്കലും പറയുകയുണ്ടായി, ശാസ്ത്രം തന്നെ പറയുന്നുണ്ടല്ലോ, ഓരോ പ്രവർത്തനത്തിനും തത്തുല്യവും പ്രതിരൂപാത്മകവുമായ പ്രതിപ്രവർത്തനമുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ കുരങ്ങിൽ നിന്ന് പരിണമിച്ച മനുഷ്യർ ഏതെങ്കിലും ഒരു കാലത്ത് തിരിച്ച് കുരങ്ങാവാൻ സാധ്യതയില്ലേ? ചിന്തിക്കേണ്ടതാണ് നമ്മൾ. 3 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിക്കുന്നത് മുതൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പുറകെ പോകുന്ന തലമുറയെ കാണുന്ന സമയത്ത് തൻ്റെ ശരീരത്തിനോ തൻ്റെ മനസ്സിനോ തൻ്റെ ഇന്ദ്രിയങ്ങൾക്കോ ബുദ്ധിക്കോ പ്രാണനോ ശാന്തിയും സമാധാനവും കിട്ടാനാണോ ഇത് ചെയ്യുന്നത് എന്ന് ആലോചിച്ചു നോക്കുക. 2 മക്കളെ തീ കൊളുത്തിയിട്ടാണ് അമ്മ മരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമ്മ മരിച്ചു, മക്കളെ മരിച്ചിട്ടില്ല. മറ്റൊരാള് ഒരു യുവതിയെ തീ കൊളുത്തിയിട്ട് അയാളുടെ ശരീരത്തിലേക്ക് തീ പടർന്ന അടുത്ത കിണറ്റിലേക്ക് എടുത്തു ചാടി. അങ്ങനെ കഥകൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളമാണ്. 5 പേരാണ് ആത്മഹത്യ ചെയ്തത്. 2 ദിവസമായിട്ടില്ല. കേരളത്തിലാണ്, വേറെ എവിടെയുമില്ല. 5 പേര് ഒരു കുടുംബത്തിൽ ആത്മഹത്യ ചെയ്തു. എങ്ങനെയാണിത് സംഭവിക്കുന്നത്? മറിച്ച് വിവേകാനന്ദ സ്വാമികൾ തന്നെ പറയുന്നുണ്ട്, സ്നേഹവും ത്യാഗവും സമർപ്പണവും എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ഭാരതം വെറും ഒരു വട്ടപൂജ്യമായി തീരും. ഭാരതത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെതാണ്. ഭാരതം ലോകത്തിന് കൊടുത്തിട്ടുള്ള ദർശനം സേവനത്തിൻ്റെതാണ്, ത്യാഗത്തിൻ്റെതാണ്, സമർപ്പണത്തിൻ്റെതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത്. ഇന്ന് അവനവന്റെ സുഖം തേടിയിട്ട് പറയുന്നു നമ്മൾ. ലോകം മുഴുവൻ മഹാരോഗം പടർന്നു പിടിച്ചപ്പോൾ വറുതിയായി, പട്ടിണിയായി, ജോലിയില്ല, കൂലിയില്ല, അസ്വസ്ഥതയായി. പക്ഷെ അടുത്ത ഓണാഘോഷം നമ്മൾ നടത്തിയപ്പോൾ കേരളീയർ
285 കോടി രൂപയുടെ മദ്യമാണ് ബില്ലുള്ളത്. ബില്ലടിച്ചിട്ടുള്ള സാധനം. അതല്ലാത്തത് ബ്ലാക്കിൽ എത്രയും അറിയില്ല. 285 കോടി രൂപയുടെ മദ്യമാണ് പിടിച്ചത്. ഈ കഴിഞ്ഞ ഓണത്തിന് 670 കോടി രൂപയുടെ വ്യക്തിപരമായ സുഖം തൻ്റെ ശരീരത്തിന്, തൻ്റെ ഇന്ദ്രിയങ്ങൾക്ക്, തൻ്റെ മനസ്സിന്, തൻ്റെ പ്രാണന്, തൻ്റെ ബുദ്ധിക്ക് മാത്രം സുഖമുണ്ടാവുക. അവിടെയാണ് ഇപ്പോൾ കേരളം നിൽക്കുന്നത്. മറ്റുള്ളവരുടെ സുഖം ആഗ്രഹിക്കുന്നില്ല. മറ്റുള്ളവരുടെ ദുഃഖവും സുഖവും തൻ്റെ ദുഃഖമായി മാറണം എന്ന് പ്രാർത്ഥിച്ച സന്യാസി ശ്രേഷ്ഠന്മാരുടെ മണ്ണാണ് ഭാരതം, കൊച്ചു കേരളം പോലും. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരണം എന്ന് പാടി നടന്നിരുന്ന ഗുരുദേവനെ നമ്മൾ ഓർക്കണം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് എങ്ങനെയാണ് അവരന് കൂടി സുഖമാവേണ്ടത്? അത് പ്രിയങ്ങൾക്ക് പുറകെ പോകാതിരിക്കുമ്പോഴാണ്. എൻ്റെ പ്രിയത്തിന്റെ പുറകെ മാത്രമാണ് ഞാൻ പോകുന്നത് എങ്കിൽ എൻ്റെ പ്രിയങ്ങൾ പലപ്പോഴും എൻ്റെ ശരീരത്തിനും എൻ്റെ മനസ്സിനും എൻ്റെ പ്രാണനും എല്ലാം തന്നെ വിപരീതമായിട്ട് തീരും, ദുഃഖമായിട്ട് മാറും. മദ്യപിക്കുമ്പോൾ എൻ്റെ പ്രിയമാണ്. ഇന്ന് നമ്മൾ വീട്ടിൽ പോയിട്ട് ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് അതിൻ്റെ നടുവൊരു വരയിട്ടിട്ട് ഇടതുവശത്ത് പ്രിയം എന്ന് എഴുതുക, ഹെഡിങ് ആയിട്ട്. എന്നിട്ട് അതിന് താഴേക്ക് നമുക്ക് പ്രിയമായിട്ടുള്ളത് എഴുതുക. ഷവർമ പ്രിയമായിട്ടുള്ളതാണ്, ഷവർമ എഴുതിക്കും. മദ്യം, MDMA, മറ്റുള്ളവരെ ചീത്ത വിളിക്കുക, 120 കിലോമീറ്റർ സ്പീഡിൽ ബൈക്ക് ഓടിച്ചിട്ട് തെങ്ങിൻ്റെ മുകളിൽ കയറുക, എന്നിട്ട് കൈക്ക് തള്ളിയിടുക. ഇങ്ങനെ പ്രിയമായ കുറേ കാര്യം എഴുതുക അല്ലേ? സാധാരണ രീതിയിൽ തെങ്ങിൻ്റെ മുകളിൽ കയറാൻ അറിഞ്ഞൂടാ, പക്ഷെ ബൈക്ക് കയ്യിൽ കൊടുത്താൽ കയറും. പോക്ക് കണ്ടാണ്ടല്ലോ. നമ്മളിങ്ങനെ പാവം നടന്നു പോകുന്നു, ഒച്ച ഇപ്പം ആളില്ല, അങ്ങനെ എവിടെയോ എത്തി. ഇടയ്ക്ക് എൻ്റെ കൂടെ നടന്നൊരാൾ പെട്ടെന്ന് വഴിമാറി എന്ന് പറഞ്ഞു, മാഷെ നന്നായിട്ട് സെറ്റേക്ക് നടക്കുക, 120-ലും 150-ലും ഒക്കെയാണ് ഇപ്പം കുട്ടികൾ ബൈക്കും കൊണ്ട് പോകുന്നത്. ഇവിടെ അങ്ങനെ ബൈക്കും കൊണ്ട് പോകുന്നവരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ ചോദിച്ചു, അവരെന്തിനാ ഇങ്ങനെ പോകുന്നത്? അല്ല, നമ്മളത് ശ്രദ്ധിക്കേണ്ട. അവർ ഏതെങ്കിലും ലോറിയുടെ ചോട്ടിലേക്ക് പോയായിരിക്കും, നമ്മളെന്തിനാ അതിനൊരു തടസ്സമാകുന്നത്? അങ്ങനെ ചിന്തിക്കാനേ പറ്റുള്ളൂ ഇന്നത്തെ കാലത്ത്. അത്ര വേഗത്തിൽ പോയാൽ അവർ വിചാരിക്കുന്ന ഒരുപക്ഷെ മറ്റുള്ളവരൊക്കെ നോക്കിയിട്ടു ഇവരൊരു ഭയങ്കര അഭ്യാസി തന്നെ. സത്യത്തിൽ ആരും അങ്ങനെ വിചാരിക്കുന്നൊന്നുമില്ല. എല്ലാവരും ചോദിക്കുന്ന എത്രയേ ഉള്ളൂ, ഈ ചങ്ങാതി ഒന്നും വരെ പറയാം കേട്ടോ, വേറെ പല വാക്കുകളാണ്. എങ്ങോട്ടാണ് അടങ്ങാൻ പോകുന്നതെന്ന് ചോദിക്കുന്നത്. എനിക്ക് മുമ്പിലെത്തണം എന്നുള്ള വിചാരമാണ് എല്ലായിടത്തും ഉള്ളത്. എനിക്ക് നേടണം, എനിക്ക് പിടിച്ചെടുക്കണം. സ്ഥാനമാനങ്ങൾക്ക് ചൊല്ലിക്കലഹിച്ച് നാണം കെട്ട് നടക്കുന്നത് ചിലർ. ആര് വേണമെങ്കിലും ഉദാഹരിച്ചുകൊള്ളു. തമ്മിലടികളാണ് വീടുകളില്, വിദ്യാലയങ്ങളില്, കലാശാലകളില്, സ്ഥാപനങ്ങളില്, പ്രസ്ഥാനങ്ങളില്, മതങ്ങൾ തമ്മില്. അവിടെയാണ് ശിവനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശിവന്റെ കുടുംബം എന്താണ്, എങ്ങനെയായിരുന്നു ശിവൻ, എന്തിനു വേണ്ടിയിട്ടാണ് ദുർവാസാവിന്റെ ശാപം കൊണ്ട് ജരാനരകൾ ബാധിച്ച് മരണത്തിന് കീഴടങ്ങേണ്ടുന്നവരായിട്ട് ദേവന്മാർ അധപ്പതിക്കുന്നു. ജരാനരകൾ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ ദുഷ്ടതകൾ ഇല്ലാതാവുക എന്നാണ് അവിടെ അർത്ഥം. ജര എന്ന് പറയുന്നതൊരു ദുർദേവതയുടെ തന്നെ നാമമാണ്. ദുഷ്ടതകളെപ്പോലും ദേവതയായിട്ട് കണ്ട ഭാരതമാണ്. ഒരു പിശാചിനിയാണ് ജര എന്ന് പറയുന്നത്. ജരാസന്ധൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ജരാസന്ധനെ, രണ്ടായിരുന്ന ജരാസന്ധനെ ഒന്നിച്ചു ചേർത്തത് ആ ദുഷ്ടശക്തിയാണെന്നാണ് പറയുന്നത്. ഭഗവാൻ കൃഷ്ണൻ 7 തവണ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് സാധിച്ചില്ല. അങ്ങനെ കൃഷ്ണൻ തിരിച്ചു പോകുന്നുണ്ട്. എന്നിട്ടാണ് ജരാസന്ധനെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് ദ്വാരകയിൽ കൊട്ടാരം പണിയുന്നത്. അതിനുശേഷം അസ്ത്രം അയച്ചിട്ട് കടലിനെ കത്തിച്ചു കളയുന്ന കഥയുണ്ട് ഭാഗവതം. അങ്ങനെ 2 തവണ കടലിനെ കത്തിച്ചു കളയുന്നത്.
ശ്രീരാമചന്ദ്ര മഹാപ്രഭുവും കൊണ്ട് കടലിനെ കത്തിച്ചു കളഞ്ഞു. വരുണൻ മാറിക്കൊടുക്കുന്നില്ല ലങ്കയിലേക്ക് പോകാൻ. എന്നാൽ അവനെ കത്തിക്കുന്നത് കാണിച്ചു തരാം ലക്ഷ്മണ എന്ന് പറയുന്ന ഭാഗമുണ്ട് രാമായണത്തിൽ. ജരയും നരയും ബാധിക്കുക എന്ന് സൂചിപ്പിക്കപ്പെടുന്നത് എല്ലാ തിന്മകളും നമ്മളിലേക്ക് വരും, നമ്മൾ നശിക്കാൻ പോവുകയാണ് എന്ന് അർത്ഥം. പലപ്പോഴും സത്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളെ ശ്രദ്ധിച്ചു നോക്കുക. ജരാനരകൾ ബാധിക്കുന്നതിന് മുൻപേ അവർ കടന്നു പോകാറുണ്ട്. കുമാരനാശാൻ പറയുന്നത് പോലെ നരന്റെ കർമ്മത്തിന് വേഗമേറിയാൽ വരുന്ന നിഷ്പന്ദത മൃത്യുവൊന്നുമാം തിരിഞ്ഞിടും പമ്പരമണ്ഡകാണ്ഡവും സ്ഥിരങ്ങളല്ലീ മനുഷ്യവൃത്തിയിടുന്നു. നരന്റെ കർമ്മത്തിന് വേഗമേറിയാൽ മനുഷ്യൻ ചെയ്യേണ്ടുന്നത് വേഗത്തിൽ സത്കർമ്മങ്ങൾ ചെയ്താൽ നിഷ്പന്ദത പെട്ടെന്ന് വരും. മൃത്യുവിന്റെ രൂപത്തിൽ വേഗത്തിൽ കടന്നു പോകാം. 32 വർഷം കൊണ്ടാണ് ആദി ശങ്കരാചാര്യർ സമാധിയാവുന്നത്. 39 വർഷമേ എടുത്തുള്ളൂ സ്വാമി വിവേകാനന്ദൻ സമാധി എടുക്കും. നരന്റെ കർമ്മം എത്ര വേഗത്തിലായിരുന്നു കടന്നു പോയിരുന്നത് ആലോചിച്ചു. മഹാന്മാരെ പഠിച്ചാലോ. ആ ജരാനരകളിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ പാലാഴി കടഞ്ഞ് അമൃത് നേടണം. നമ്മുടെ കയ്യിലൊരു കുപ്പിയിൽ പാല് തന്നാൽ ഇവിടെ സാമവേദം നാവിൽ ഉണർത്തിയ സ്വാമിയെ പാട്ടുപാടിയ രുദ്ര, അവന്റെ പേരെന്താണ്? രുദ്ര അല്ലേ? അവനോട് ഒരു പക്ഷെ ആ പാലിൽ നിന്ന് വെണ്ണയെടുക്കാൻ പറഞ്ഞ അവനതിന്റെ സാങ്കേതിക വിദ്യ അറിയണമെന്നില്ല. പക്ഷെ പാലിനകത്ത് ഉണ്ടല്ലോ. അത് സാങ്കേതികമായിട്ട് കടഞ്ഞ് മാറ്റിയാൽ അതിനെ പാലിന്റെ രൂപത്തിൽ നിന്ന് മാറ്റിയിട്ട് അത് മോരായി വരുന്ന സമയത്ത് അതിന്റെ രീതിശാസ്ത്രങ്ങളൊക്കെ ശാസ്ത്രീയമായിട്ട് മാറുമ്പോൾ അതിന്റെ നിറത്തിൽ ചെറിയ വ്യത്യാസം വരും. അതിന് വീണ്ടും കടഞ്ഞ് എടുത്താൽ നമുക്ക് വെണ്ണയെ മാറ്റിയെടുക്കാം. രണ്ടും രണ്ട് നിറമാണ്, പാലിന്റെയും വെണ്ണയുടെയും. മാത്രവുമല്ല ആ വെണ്ണയെ പിന്നീട് പാലിലേക്കോ വെള്ളത്തിലേക്കോ ഉപേക്ഷിച്ചാൽ അത് ലയിച്ചു പോകില്ല, അത് അവിടെ തന്നെ ഇരിക്കും. അതാണ് ഈശ്വരീയതയുടെ പ്രത്യേകത. നമ്മളിലുള്ള ഈശ്വരീയ തനിമയെ നമ്മൾ സ്വയം കടഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മറ്റൊന്നിനോടും ചേരില്ല. ഭൗതികമായിട്ടുള്ളതിനെയെല്ലാം വിട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള തനിമ നഷ്ടപ്പെട്ടു പോയവർക്ക് അത് തിരിച്ചെടുക്കണമെങ്കിൽ ഈ പാലാഴി കടഞ്ഞെടുക്കണം. പാലാഴി എന്ന് പറയുന്നതിന്റെ ഒരു ആലങ്കാരികത എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ എല്ലാം ഉള്ളിൽ ഉള്ള പാലാഴിയെ കടഞ്ഞെടുക്കണം. നമ്മുടെ ഉള്ളിലെ പാലാഴി ഒഴുകുന്നത് മനസ്സിലാണ്. ശിവതത്വത്തിന്റെ ശരിയായ ആശയം കിടക്കുന്നത് മനഃശാസ്ത്രപരമായിട്ടാണ്. ശിവൻ നമ്മൾ തന്നെയാണ്. ശിവ എന്ന് പറഞ്ഞാൽ ആത്മ എന്നോ ഈശ്വരൻ എന്നോ നമ്മുടെ ജീവൻ എന്നൊക്കെ തന്നെയാണ്. ശവ എന്ന് പറഞ്ഞാൽ ആത്മനിൽ നിന്ന് വേറിട്ട രൂപം, അത് ശവം. ശിവം എന്ന് പറഞ്ഞാൽ മംഗളം. മംഗളകരമായിട്ടുള്ളത് നമ്മുടെ ആത്മൻ മാത്രമാണ്. ഈ പ്രപഞ്ചത്തിലെ അനശ്വരമായിട്ടുള്ളൊരു ഊർജ ചൈതന്യം, അതാണ് ഈശ്വര എന്ന് പറയുന്നത്. സർവഭൂതാനാം ഹൃദയേശി അർജുന തിഷ്ഠതി. ഗീതയിൽ ഭഗവാൻ പറയുന്നു. എല്ലാ ജീവജാലങ്ങളിലും ഉണ്ടത്, മനുഷ്യരിൽ മാത്രമല്ല. ഈ ചൈതന്യം നമ്മുടെ ആന്തരിക ശക്തിയായിട്ട് നമ്മുടെ ജീവനോട് കൂടിയിട്ട് നിലനിൽക്കുകയാണ്. കേവലം ജീവനല്ല, പ്രാണനല്ല. പഞ്ചപ്രാണങ്ങൾക്കും പഞ്ച ഉപപ്രാണങ്ങൾക്കും ശക്തിയായിട്ട് ആത്മചൈതന്യമുണ്ട്. ഈ ആത്മചൈതന്യം നമ്മുടെ കുണ്ഡലിനി ചൈതന്യം എന്നാണ് അതിന് പറയുക ക്ഷേത്ര സംസ്കാരത്തിൽ. ആ കുണ്ഡലിനി ചൈതന്യം നമ്മുടെ നട്ടെല്ലിന്റെ ഏറ്റവും അടിവശത്തുള്ള മൂലാധാര ചക്രത്തിൽ, സഹാധാര ചക്രത്തിൽ, മൂലാധാരത്തിൽ 3.5 ചുറ്റി സർപ്പാകൃതിയിൽ അങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ 6 സ്ഥലങ്ങളിലായിട്ട് അതിൻ്റെ പ്രവർത്തനക്ഷമത കാണുന്നതാണ്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്ന് പറയുന്ന തലങ്ങളിൽ. പക്ഷേ പൂർണ്ണമായിട്ടും നമുക്കത് തിരിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ധ്യാനത്തിലേക്ക്, സ്വസ്ഥമായ മനസ്സിലേക്ക് പോവേണ്ടതുണ്ട്. ശിവരാത്രിയിൽ വ്രതമെടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുക മാത്രമല്ല.
പലപ്പോഴും നമ്മുടെ ആചാരങ്ങളിൽ അരിഭക്ഷണം ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. പലരും അങ്ങനെയാണ് പറഞ്ഞു വരാറ്. അരിഭക്ഷണം എന്നുള്ളത് മാത്രമല്ല, സാത്വികമായ വ്രതം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എല്ലാ ഭക്ഷണവും ഒഴിവാക്കും. ഒരു ദിവസം പൂർണ്ണമായിട്ട് സൂര്യൻ ഉദിച്ച് അസ്തമിച്ച് പിറ്റേന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ എല്ലാ ഭക്ഷണവും ഒഴിവാക്കണം. വർഷത്തിൽ ഒരു നേരമെങ്കിലും അങ്ങനെ ചെയ്യാൻ സാധിക്കും. ഇന്ന് കേരളത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് രോഗികളായിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ, അല്ലേ? ഭക്ഷണമായിട്ട് മരുന്ന് കഴിക്കുന്ന രോഗികളാണ് നമ്മളൊക്കെ. നമ്മളെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവരെ മാത്രമല്ലല്ലോ. 10-25 വർഷം മുൻപ് നെന്മണ്ടയിലോ ബാലുശ്ശേരിയിലോ നോക്കിയാൽ ഒരു 5-6 മെഡിക്കൽ ഷോപ്പോ 2-3 ഹോസ്പിറ്റലോ കാണുമായിരുന്നു. ഇന്ന് എത്രയുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ ആരോഗ്യം നല്ലതായതാണോ? നമ്മുടെ ശീലങ്ങൾ നല്ലതായതാണോ? ഇന്ന് ഏത് വീട്ടിൽ പോയാലും ലൈഫ് സ്റ്റൈൽ ഡിസീസുകളുണ്ട്, ജീവിതശൈലി രോഗങ്ങൾ. ഏതൊരു ഡോക്ടറും പറയുന്നത് നിങ്ങൾ കുറച്ച് നടക്കൂ, കുറച്ച് വ്യായാമം ചെയ്യൂ, നല്ല ഭക്ഷണം കഴിക്കൂ, ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കൂ. അയ്യോ, അത് മാത്രം ഭാരതീയർക്ക് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ എപ്പോൾ വേണമെങ്കിലും സീരിയൽ കാണാം. അല്ല, എപ്പോൾ വേണമെങ്കിലും വ്രതം എടുക്കാം. ഇന്ന ദിവസമൊന്നുമില്ല, ഇന്ന സമയമൊന്നുമില്ല. പക്ഷെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമായിട്ട് ചില ദേവതാ സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടും ചില ഇതിഹാസങ്ങളിലെയും പുരാണങ്ങളിലെയും സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ടും ചിലത് അനുഷ്ഠിക്കാൻ പറയും. അപ്പൊ ശിവരാത്രിയിൽ ചെയ്യേണ്ടത് സാത്വിക വ്രതമാണെങ്കിൽ പൂർണ്ണമായിട്ടും ഇന്ന് രാത്രി മുതൽ നമ്മളങ്ങ് മാറുക. പറ്റുമെങ്കിൽ ഇന്ന് മുതൽ നമ്മളൊരു തീരുമാനം എടുക്കുക. പ്രത്യേകിച്ച് ഒരു 20 വയസ്സിന് മുകളിലേക്കുള്ളവർ, തീർച്ചയായിട്ടും 40 വയസ്സിന് മുകളിലേക്കുള്ളവർ ഇനിയുള്ള ദിവസങ്ങളിൽ രാത്രികളിൽ ഭക്ഷണം ഒഴിവാക്കുക. നമ്മുടെ വീടുകളിലൊക്കെ മുൻകാലത്ത് ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല, പഴയ ചോറ് തിന്നുന്ന, അല്ലേ, കുളുപ്പം തിന്നുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. മക്കളെയൊക്കെ തടിക്കാൻ വേണ്ടി അമ്മമാർ മുക്കത്തൊരു നാരായണൻകുട്ടി ഉണ്ടായിരുന്നു. അവനോട് രാവിലെ ഒന്ന് എഴുന്നേക്കാൻ കുറച്ച് നേരം വെള്ളം അമ്മ വിളിക്കും, നാരായണൻകുട്ടിയെ എണീക്കണം, വേണമെങ്കിൽ വെള്ളച്ചോറ് തിന്നല്ല, ഇപ്പോൾ പശുവിന് കൊടുക്കുന്നതാണ്. പശുവിന് കൊടുക്കാനുള്ള സാധനമാണ് മനുഷ്യർ കഴിക്കുന്നത്. വേവിച്ച് കഴിഞ്ഞാൽ 6 മണിക്കൂറിനുള്ളിൽ നമ്മൾ കഴിക്കണം ഭക്ഷണം. ഇന്ന് പലതും നമ്മൾ വേവിച്ചിട്ടും വേവിക്കാതെയും നമ്മുടെ വീട്ടിലൊരു ശവപ്പെട്ടിയുണ്ട്, ഇതുപോലെ കുത്തനെയും വെക്കുള്ളൂ, അതിൽ കൊണ്ടുപോകും. അത് 4 മാസം മുമ്പ് കടലിൽ നിന്ന് പിടിച്ചവനെയും, അല്ലേ, ജലപുഷ്പം എന്നൊക്കെയാ പറയാം, മീനിന്റെ പച്ച മലയാളമാണ് ജലപുഷ്പം, അവനെ കൊണ്ടുപോകും. ഫോർമാലിൻ മുങ്ങി തോർത്തി, അല്ലേ എന്ന് പറഞ്ഞ പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഫോർമാലിൻ്റെ അകത്ത് മുങ്ങിയിട്ട് തോർത്തിയിട്ടൊക്കെ കുളിച്ച് വരുന്നവനാണ് ഈ മത്സ്യങ്ങളൊക്കെ. എന്തെല്ലാം അഴുക്കുകളുണ്ടോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ നാട്ടിലല്ല ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തീരെ അറിയില്ല. ഒക്കെ നമ്മൾ അങ്ങോട്ട് നോക്കുകയാണല്ലോ. തമിഴ്നാട്ടിൽ നിന്ന് കോഴി വരണം, ആന്ധ്രയിൽ നിന്ന് അരി വരണം. നമ്മുടെ നാട്ടിൽ എന്താ ഉള്ളത്? ഒന്നുമില്ല. ഉള്ള വയലുകളൊക്കെ മണ്ണിട്ട് നികത്തി വരികയാണ്. വയലിലൂടെ ആകെ നടാൻ പറ്റാവുന്നത് ചെറിയ ചെറിയ ചെടികളാണ്. മലയുടെ ഇടവഴിയാണ് വയലെന്ന് പറയുന്നത്. ആ വയലിലൂടെ കാറ്റിന് സ്വതന്ത്രമായിട്ട് പോകാനുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ നമ്മൾ തെങ്ങും കവുങ്ങും വാഴയൊക്കെ കൊണ്ടുവച്ചു. എന്നിട്ട് തന്നെ കളിച്ച് നിലവിളിക്കുകയാണ്, എൻ്റെ 10,000 വാഴ പോയി. കാറ്റിന് കടന്നു പോകണ്ടേ? നമ്മൾ പ്രകൃതി വിരുദ്ധമായിട്ട് ജീവിക്കുന്നു. ലോകത്തിൽ പ്രകൃതി വിരുദ്ധമായി ജീവിക്കുന്ന ഒരൊറ്റ ഒരു ജീവിയേ ഉള്ളൂ. ആ ജീവിയുടെ പേരാണ് മനുഷ്യൻ. പ്രകൃതിക്കനുസരിച്ചാണ് പക്ഷിമൃഗാദികളൊക്കെ ജീവിക്കുന്നതെങ്കിൽ വിവേകമുള്ള മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് വികൃതിയിലേക്ക് പോകാതെ സംസ്കൃതിയിലേക്ക് പോകാൻ സാധിക്കും. അതാണ് സംസ്കാരം. അതിനാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ. അതാണ് ക്ഷേത്ര സങ്കല്പവും ഒക്കെ.
ശിവൻ നമ്മളെ കാണിച്ചു തരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ആ സംസ്കൃതിയാണ്. സ്നേഹം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. പാലാഴി കടയുമ്പോൾ പല പ്രലോഭനങ്ങളും വന്നു. പ്രലോഭനങ്ങളാണ് ആദ്യം വരിക. അപ്പൊ ഓരോന്നും വാങ്ങിച്ചിട്ട് രാക്ഷസന്മാരൊക്കെ അങ്ങ് പോകുന്നുണ്ട്. ഉച്ചൈസ്രവസ്സുകൾ ധാരാളം വന്നു എന്നാണ്, ഐരാവതങ്ങൾ വന്നു എന്നാണ്. അതൊക്കെ എടുത്തിട്ട് ഓരോരുത്തരും ഓരോ വീട്ടിലേക്ക് പോയി. നല്ല നല്ല കിട്ടും. അങ്ങനെയാണല്ലോ. ബസ് കൊക്കയിലേക്ക് മറിഞ്ഞാലും അവിടെ പോയിട്ട് സെൽഫി എടുക്കുകയും ആരുടെയെങ്കിലും കയ്യിലെ പേഴ്സ് അടിച്ച് മാറ്റാണ്ടോ നോക്കുകയും ചെയ്യുന്ന ആളുകൾ ഇന്നും ഉണ്ടല്ലോ നമ്മുടെ ഇടയിൽ. അതുപോലെ അവിടെ രാക്ഷസന്മാരുണ്ട്. അവര് ഓരോ സാധനം എടുത്തുണ്ടെന്ന് മാറി. പക്ഷേ ദേവന്മാരും മഹാദേവനായ ശിവനും ഏകാഗ്ര ചിത്തരായിട്ടിരിക്കുകയാണ്. അവരെ പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റുള്ളവരും. നിങ്ങൾ പ്രലോഭനത്തിന് വഴങ്ങിയിട്ടില്ല എങ്കിൽ പ്രകോപനമുണ്ടാവും. മനസ്സിലായില്ലേ? ഞങ്ങൾ പറയുന്നത് പോലെ കേട്ടിട്ടില്ല എങ്കിൽ ഞങ്ങൾ MDMA-യും കഞ്ചാവും ജലസും ഭംഗും ഹാഷിഷും ബ്രൗൺ ഷുഗറും പെത്തളിനും ഒക്കെ വിതരണം ചെയ്യും. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ കൊല്ലും. ഞങ്ങളുടെ വൃത്തികേടുകൾക്കും തോന്നിയാസങ്ങൾക്കും അനുസരിച്ച് മതി ലോകം പോകുന്നത്. ഗുണ്ടായിസം എന്ന് പറയുന്നത്. അപ്പോൾ കാളകൂടമാണ്. നമ്മുടെ മനസ്സിലും ഇതുണ്ട്. നമ്മൾ നന്മകളിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ആദ്യം നന്മയിൽ നിന്ന് നമ്മളെ തട്ടി നീക്കാൻ നമ്മുടെ മനസ്സിൽ തന്നെ പ്രലോഭനങ്ങൾ ഉണ്ടാവും. നമ്മൾ അതിന്റെ പുറകെ പോകും. അങ്ങനെയാണ് 41 ദിവസത്തെ വ്രതമൊക്കെ മതിയാക്കിയിട്ട് 4 ദിവസമാക്കിയിട്ട് ശബരിമലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്നത്. 41 ദിവസം വ്രതമെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലകാലം എന്ന് പറഞ്ഞാൽ 9 മണ്ഡലങ്ങളാണ് ഒരു വർഷത്തിലുള്ളത്. അതിൽ ഏറ്റവും ശുഭകരമായിട്ടുള്ള മണ്ഡലം എന്ന് പറയുന്നത് നമ്മൾ വൃശ്ചികത്തിൽ തുടങ്ങുന്നതാണ്. ആ മണ്ഡലകാലം ദേവന്മാര് ഉറക്കത്തിലേക്ക് പോകാന്ന് പറയാം. ആ സമയത്ത് ഈശ്വരീയമായ കഴിവുകൾ കുറയും, സൂര്യന്റെ ശക്തി കുറയും, ഇരുട്ട് വർദ്ധിക്കും. അപ്പോൾ നമ്മൾ നല്ല വ്രതങ്ങളിലേക്ക്, നല്ല ഭക്ഷണത്തിലേക്ക് മാറണം. അത് ഒറ്റ ദിവസം കൊണ്ട്, ഈ 41 ദിവസം കൊണ്ട് നമ്മൾ നേടുന്ന കരുത്ത് മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് നേടാവുന്നതാണ് ഈ ശിവരാത്രിയിലൂടെ. അപ്പൊ കാളകൂടം വരുമ്പോൾ എന്ത് ചെയ്യും? ലോകത്തെ മുഴുവൻ നശിപ്പിക്കും. പ്രത്യേകിച്ച് ഈ കലികാലത്തിൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് എല്ലാവരുടെയും മനസ്സിൽ ദേഷ്യ കൂടുതലുകൾ ഉണ്ടാവുന്നത്. മക്കളൊക്കെ കണ്ടില്ലേ വീട്ടിൽ? അവർക്ക് കളിക്കാനുള്ള കളിപ്പാട്ടം എന്ന് പറയുന്നത് ഏതാണ്? 2ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ കളിപ്പാട്ടം ഏതാണ്? അമ്മമാരുടനെ കുട്ടികളെ തട്ടിയിട്ട് പറയാം, ഒളിപ്പിക്കടാ, മൊബൈൽ ഒളിപ്പിക്ക്. ഇവിടെയല്ല, മൊബൈൽ കാണിച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. പാട്ടുപാടി ഉറക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അമ്മമാര്, അല്ലേ? ഇപ്പൊ സമയമില്ല. അച്ഛനെ അമ്മേനെയും മക്കൾ തിരിച്ചറിയുന്നില്ല എന്നാണ്. ഒരു ദിവസം വീട്ടിൽ നിന്ന് ഒരു ചെറിയ രാവിലെ എണീറ്റ് കണ്ണും നുള്ളി പിടിച്ച് വന്നിട്ട് അമ്മേനോട്, അമ്മ ഇവിടെ കട്ടിലിൻ്റെ കൊണ്ട് ആരോ കട്ടുന്നുണ്ട്. അമ്മ പറഞ്ഞത് അച്ഛനാണ്. മുപ്പനെ ആയതിനെ കണ്ടില്ലല്ലോ. ഒരു ബന്ധവുമില്ല അച്ഛനുമായിട്ടും അമ്മയായിട്ടും മക്കളായിട്ടും. 2ാം നിലയാണ് അധിക വീടുകളും. ഭക്ഷണത്തിന് മക്കളെ വിളിക്കുന്നത് മൊബൈലിലാണ്. മിസ് കോൾ അടിക്കും. അപ്പം മക്കൾ ഇറങ്ങി വരും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കയറി പോകും. പഴയതിലേക്ക് തിരിച്ചു പോലെ മരത്തിൻ്റെ കൊമ്പത്ത് നിന്ന് ഇറങ്ങി വന്ന് വീണ്ടും മരത്തിൻ്റെ മുകളിലേക്ക് പോകുന്നു. മരക്കൊമ്പിൽ ജീവിക്കുന്നത് പോലെയുള്ള അവസ്ഥയായി മക്കൾ. ആകെ 2 ഇല്ല 1 മക്കളെ ഉള്ളൂ നമ്മുടെ വീട്ടിലൊക്കെ. കുറച്ചു കാലം കഴിയുമ്പോൾ ഒന്ന് ജപ്പാനിലും മറ്റൊന്ന് എത്യോപ്യയിലും. ഇത് എത്യോപ്യ കാണുകയില്ല. എവിടെയോ പോയി. അച്ഛനും അമ്മയും ഇവിടെ ബാക്കിയായി. മക്കളവിടെ നടക്കി വിളിച്ചു ചോദിക്കും, മെസ്സേജൊക്കെ ഇടും. അങ്ങനെ പിന്നെ ഡൽഹിയിൽ ഫ്ലാറ്റിൽ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് 3-4 വർഷത്തിന് ശേഷം വന്നപ്പോൾ ഫ്ലാറ്റ് വാതിലൊക്കെ അടച്ചിട്ടിരിക്കുന്നു, ഉള്ളിൽ നിന്ന് കുറ്റിയിട്ടിരിക്കുക. നമുക്കതൊന്നും അറിഞ്ഞില്ല. അങ്ങനെ നാട്ടുകാരെയൊക്കെ വിളിച്ച് ചവിട്ടി പൊളിച്ച് നോക്കുന്ന സമയത്ത് അസ്ഥി കൂടം മാത്രമാണ് അമ്മയുടെ. വർഷങ്ങളായിട്ട് അമ്മ പത്രത്തിൽ വായിച്ചിരുന്നത്. എവിടെയാണ് സ്നേഹമുള്ളത്? കാമിനിക്ക് കാമുകനെ വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ അല്ലേ സ്റ്റോവ് വെച്ചിട്ട് നമ്മൾ കുടിക്കുന്നത് പോലെയാണ്. ആദ്യം കൊക്കക്കോളയിലാണ് കലക്കി കൊടുക്കുന്നത്. അവൻ തിരിച്ചറിയുന്നു എന്ന് മനസ്സിലാകുമ്പോൾ അടുത്ത പരിപാടി കഷായത്തിൽ കൊടുക്കുക എന്നതാണ്.
വിദ്യാഭ്യാസം എത്ര നേടിയെന്നറിയോ ആ കാമിനി? SSLCക്ക് ഫുൾ A+ ആണ്. മാഷേ +2 ഫുൾ A+. ആ കാമിനിയാണ് കാമുകനെ കഷായത്തിൽ വിഷം കലക്കി കൊടുത്തത്. ശിവനെയും പാർവതിയും പഠിച്ചു നോക്കൂ. വാഗർത്ഥാവിവ സംവൃത്തതാവൂ വാഗർത്ഥ പ്രതിബദ്ധയെ ജഗതപിതരോ വന്ദേ പാർവതി പരമേശ്വരോ എന്ന് കാളിദാസ മഹാകവി. രാമഗിരി ആശ്രമത്തില് തന്റെ കാമിനിയെ നഷ്ടപ്പെട്ടത് സഹിക്കാൻ വയ്യാതെ പാട്ടും പാടി ഇരിക്കുന്ന ഒരു ചിത്രീകരണമില്ലേ കാളിദാസന്? മേഘസന്ദേശം പാട്ടായിട്ട് പിന്നീട് നമ്മുടെ മലയാളത്തിൽ വന്നിരുന്നു. ശ്യാമമേഘമേ നീ എന്ന് പ്രേമദൂതുമായി ദൂരെ പോയി വരുമെന്ന്. മേഘങ്ങളോട് പോലും വിറുവിറുത്തുകൊണ്ട് തന്റെ പ്രേമഭാജനത്തെ കാണാൻ ആഗ്രഹിച്ചിരുന്ന കാമുകന്മാരും കാമിനിമാരും ജീവിച്ചിരുന്ന കഥയാണ് നമ്മുടെ ഈശ്വരന്മാരുടേത്. രാധാകൃഷ്ണൻ അങ്ങനെയായിരുന്നു. ശിവനും പാർവതിയും വാക്കും അർത്ഥവും എന്നതുപോലെ പിരിയാതെ. വാക്കെന്ന് പറഞ്ഞാൽ അർത്ഥസമ്പൃക്തമായ അക്ഷരങ്ങളാണ്. അർത്ഥം ചേരാതെ വാക്കില്ല. അക്ഷരങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ അതിനർത്ഥമുണ്ടെങ്കിൽ അതിനെയാണ് വാക്കെന്ന് പറയുന്നത്. വാഗർത്ഥാവിവ സംവൃക്തവും വാക്കും അർത്ഥവും എന്നതുപോലെ ഇവ സംവൃക്തവും ജഗതപിതരവും വന്ദേ. അങ്ങനെയുള്ള ജഗത്പിതാക്കളെ ഞാൻ വർണ്ണിക്കുന്നു. അർദ്ധനാരീശ്വരന്മാർ പിരിയുന്നില്ല. അവര് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും പിരിയുന്നില്ല. പാർവതി ആദ്യ ജന്മത്തിൽ സതിയായിരുന്നപ്പോൾ സതി അനുഷ്ഠിച്ചിട്ടും അപ്പോഴും ആഗ്രഹിക്കുന്നത് അടുത്ത ജന്മത്തിൽ ശിവന്റെ കൂടെ ഉണ്ടാവണേ എന്നാണ്. ശിവൻ എന്നിട്ട് വേഷപ്രച്ഛന്നനായി വന്നു. സതിയുടെ 2ാം ജന്മമാണോ ഇത് എന്നറിയാൻ പർവ്വതപുത്രിയുടെ അടുത്ത് വന്നിട്ട് പല ചോദ്യങ്ങളും ചോദിക്കുന്നതായിട്ട് നമ്മൾ ആ കഥയിലൊക്കെ കാണുന്നു. കുമാരസംഭവാദികളിൽ എനിക്കിതൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് ചെവി പൊത്തുകയാണ് ചെയ്യുന്നത് പാർവതി. എനിക്ക് ശിവൻ മതി. ആ അവർണ പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ കാളിദാസൻ വിവരിക്കുന്ന ഭാഗങ്ങൾ വായിച്ചു നോക്കുക. ശിവനെ കിട്ടാൻ വേണ്ടിയിട്ട് പലതും ചെയ്ത് ഭക്ഷണമെല്ലാം ഉപേക്ഷിച്ച് അപർണയായിട്ട് ഇല പോലും കഴിക്കാതെ, പർണം എന്ന് പറഞ്ഞ ഇല പോലും കഴിക്കാതെ ധ്യാനനിരതമായി ഒടുവിൽ 4 ഭാഗത്തും തീയും കത്തിക്കാളുന്ന സൂര്യനുമായി പഞ്ചാഗ്നി നടുവിൽ വൃക്ഷാസനത്തില് തപസ്സനുഷ്ഠിക്കുന്ന ആ പാർവതിയുടെ ശിരസിലേക്ക് ഒരു മഴത്തുള്ളി വീഴുന്നതിനെ കുറിച്ച് ചിത്രീകരിക്കുന്നുണ്ട്. ക്ഷണമിമകളിൽ തല്ലി ചുണ്ടിൽ കുളിർമുലമേലഥ വീണുടൻ തകർന്നു വലികളിലുടക്കി ചിരേണ നാഭിച്ചുഴിയിലിറങ്ങി നവീന വർഷബിന്ദു എന്നതിനെ വിവർത്തനം ചെയ്തിട്ട് കേരളോർമ്മയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അത്തരത്തില് കണ്ണുപോലും ഇമവെട്ടാതെ തന്റെ പ്രണയത്തിനെ കാത്തു സൂക്ഷിച്ചിരുന്ന പാർവതിയുടെയും ശിവന്റെയും കഥ. അങ്ങനെയുള്ള പ്രണയമുള്ളവർക്ക് ലോകത്തിനെ രക്ഷിക്കാൻ പറ്റും. ഇന്നത്തെ പ്രണയം എവിടെയാണ് എന്ന് പഠിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ. ലിവിങ് ടുഗദർ അത്രയേ ഉള്ളൂ. കുറച്ചു കാലം ഒന്നിച്ച് ജീവിക്കുക, അതിനുശേഷം വേണോ വേണ്ടിയോ തീരുമാനിക്കുക. അതിന് തൊട്ട് മുൻപുണ്ടായിരുന്നത് കല്യാണത്തിന്റെ ചോട്ടില് വരയിട്ടിട്ട് LB എന്നിട്ട് ഡിവോഴ്സിന്റെ ഡേറ്റും കൂടി കൊടുക്കലായിരുന്നു എന്നാണ്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ലിവിങ് ടുഗദർ. പക്ഷെ നമ്മുടെ സംസ്കാരം എന്തായിരുന്നു? ഭാരതത്തിന്റെ എല്ലാവരും അറിഞ്ഞുകൊണ്ട്, വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ കുടുംബം ഉണ്ടാവുന്നത്. ആ സംസ്കാരം തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാശ്ചാത്യ സംസ്കാരങ്ങൾ കടന്നു കയറി വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ലിവിങ് ടുഗദർ എവിടെ എത്തും എന്ന് ആലോചിച്ചു നോക്കുക. എവിടെ എത്തും എന്ന് ആലോചിച്ചു നോക്കുക. ഇവിടെ ആ ഭഗവാൻ കേവലം പാർവതിക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, ലോകത്തിനെല്ലാത്തിനും ശാന്തിയും സമാധാനവും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആ കാളകൂടത്തെ അങ്ങ് വിഴുങ്ങുകയാണ്. നമുക്ക് വിഴുങ്ങാൻ പറ്റുമെന്നാണ് ലക്ഷ്യം. സമൂഹത്തിന് വേണ്ടിയിട്ട് സമൂഹത്തെ സ്നേഹിക്കുകയും സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുകയും സമൂഹത്തിന് വേണ്ടി ത്യാഗമനുഷ്ഠിക്കുകയും സമൂഹത്തിനായിട്ട് സമർപ്പിക്കുകയും ചെയ്യുക. തെജേ ദേഹം തുലസ്യാർത്ഥേ എന്ന് പറയാറുണ്ട്. തന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് തന്റെ ദേഹത്തിനെ സമർപ്പിക്കുക. ഒരാ ഗ്രാമസ്യാർത്ഥേ തിജേ കുലം,
തന്റെ കുലം ഈ ഗ്രാമത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കണം. ഗ്രാമം നന്നാവാൻ എന്റെ കുലം നശിച്ചാലും കുഴപ്പമില്ല. ഗ്രാമം ജനപദസ്യാർത്ഥി. ലോകത്തിന് വേണ്ടിയിട്ട് ഗ്രാമം തന്നെ നശിച്ചോട്ടെ, ആ ഗ്രാമം നശിച്ചാലും ലോകം നശിക്കരുത്. ആത്മാർത്ഥയെ പൃഥ്വീ. ഈശ്വരീയമായ ചൈതന്യം ലോകത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട്, ആത്മന് വേണ്ടിയിട്ട് ഈ ഭൂമി തന്നെ നമ്മൾ പരിത്യജിക്കേണ്ടി വരും. സത്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ? നിങ്ങളെ കാണുന്നു. നമ്മൾ എത്ര കാലം ജീവിക്കും? ഈ ജീവിതത്തിനിടയിൽ എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കി ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ? യുദ്ധങ്ങൾ നടക്കുന്നു, മതകലഹങ്ങൾ നടക്കുന്നു, വൈരങ്ങൾ, തമ്മിലടികൾ. ഞാൻ പറഞ്ഞില്ലേ, കൂടെ കിടന്നവനെ പോലും തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുന്ന കാലം. സ്വന്തം ഭാര്യയെ, സ്വന്തം ഭർത്താവിനെ, മക്കളെ തന്റെ വ്യക്തി സുഖത്തിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ പുതിയ രീതിയിൽ കൊല്ലാം എന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ. പാമ്പിനെ കൊണ്ട് കൽപ്പിച്ചു കൊല്ലുക, ഷോക്കടിപ്പിച്ചു കൊല്ലുക, പുതിയത് വരും, അടുത്തത് വേറെ ഏതെങ്കിലും വരും. ഏതൊക്കെ തരത്തിൽ പുതിയ സംവിധാനത്തിലൂടെ മറ്റുള്ളവരെ കൊല്ലാൻ പറ്റും. തെളിവുകളില്ലാതെ കൊല്ലാൻ സാധിക്കും, ശബ്ദം കേൾക്കാതെ കൊല്ലാൻ സാധിക്കും. മറ്റുള്ളവർ നശിക്കാതിരിക്കാനാണ് ശിവൻ ചിന്തിച്ചത്. ഈ കാളകൂടം വീണു കഴിഞ്ഞാൽ ലോകം മുഴുവൻ നശിക്കും. അതുകൊണ്ടാണ് എല്ലാവരും പ്രാർത്ഥനാനിരതരായത്. ശിവനും നശിക്കരുത്. പാർവതി ശിവന്റെ കഴുത്തിൽ കയറി പിടിക്കുന്നതിൻ്റെ കഥ എന്തിനാ? ഈ ശിവനെ ഞാൻ പറഞ്ഞല്ലോ, പാർവതിയെ കണ്ടാൽ നമുക്ക് നല്ല നെയ്യ് പൊരിച്ച സാരി കൊടുത്ത് വളരെ ഭംഗിയായിട്ട് സിംഹത്തിന്റെ പുറത്തൊക്കെ ഇരിക്കുന്ന അതിസുന്ദരിയാണ്. ശിവനോ കയ്യിലും കഴുത്തിലൊക്കെ പാമ്പായി, നല്ല ചുടലയിലും കിടന്ന് ചുടല ഭസ്മമൊക്കെ ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ച്, ആനയുടെയും പുലിയുടെയും മരത്തിൻ്റെ ഒക്കെ തോലെടുത്തു ഒരു മുതുക്കൻ കാളയുടെ പുറത്തു പോകുന്നവന്. സത്യത്തിൽ ഇങ്ങനെയുള്ളവനെ ഈ സുന്ദരി എന്തിനാ പ്രേമിച്ചത്? പ്രണയത്തിന്റെ തലം എന്താണ്? സ്നേഹത്തിന്റെ തലം എന്താണ്? ആത്മബന്ധങ്ങളുടെ തലം എന്താണ്? അത്തരം ആത്മബന്ധമുള്ളവർക്കാണ് ലോകത്തിനെ രക്ഷിക്കാൻ സാധിക്കുക. ലളിതമായിട്ട് ജീവിക്കാൻ പഠിപ്പിച്ച കുടുംബനാഥനാണ് ശിവൻ. നിങ്ങൾ ഇങ്ങനെയാവും, ലളിതമായിരിക്കും. പൗഡർ ഇടണ്ടെന്ന് പറയുന്നില്ല, പൊട്ട് തൊടണ്ടെന്ന് പറയുന്നില്ല, കൺമഷി തേക്കണ്ടെന്ന് പറയുന്നില്ല, പാൻറ് ഇടണ്ടെന്ന് പറയുന്നില്ല, മുണ്ടുടുക്കണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ പാൻറ് ഇടുമ്പോൾ ഇന്നത്തെ കുട്ടികൾ പാൻറ് ഇടുന്നത് അല്ലേ, അപ്പോൾ നിർത്തിയെന്നു കീറിയ പാൻറ്റാണ് ഇടുന്നത്. ഒരു പാൻറ്റിന് 4-5 കീറലുണ്ടാവണമെന്നാണ്. ഷർട്ടിനൊക്കെ അങ്ങനെയാണ്. ഇവിടെയൊക്കെ കീറിയാലൊക്കെയാണ്, കീറിയിട്ട് തുന്നിക്കുട്ടിയത് പോലെയുള്ള ഡ്രസ്സിട്ടാലാണ് അത് ഫാഷനായി. വസ്ത്രം ധരിക്കുന്നത് നാണം മറയ്ക്കാനും ചൂടിനെയും തണുപ്പിനെയൊക്കെ ക്രമീകരിക്കാനും ഒക്കെയല്ലേ. ലളിതമായ വസ്ത്രം ധരിക്കണം. അതാണ് നമ്മൾ ക്ഷേത്രത്തിലൊക്കെ വരുന്ന സമയത്ത് ലളിതമായ നല്ല വസ്ത്രം ധരിക്കണം എന്ന് പറയും. മറ്റൊന്നും തോന്നുന്നു. അത് ശിവൻ കാണിച്ചു തരും. ശിവന്റെ തത്വത്തിൽ നിങ്ങൾ ലളിതമായി ജീവിക്കും. നിങ്ങൾ എന്തിനേയും കയ്യിലെടുത്ത് വിഴുങ്ങിയാലും, ഏത് കാളകൂടത്തിനെ കയ്യിലെടുത്ത് വിഴുങ്ങിയാലും നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ലോകത്തിന് വേണ്ടിയിട്ട് വസന്തത്തെ പോലെ സഞ്ചരിക്കണം. വസന്തം ലോകത്തിന്റെ ഹിതത്തിന് വേണ്ടി സഞ്ചരിക്കുന്നു ആ കവികൾ പാടുന്നത്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു, ശിവനും നഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് അമൃത് കിട്ടിയത്. കാളകൂടം ആദ്യം കുടിക്കൂ. അങ്ങനെ കുടിച്ചവനാണ് കബീർദാസ് പാടിയതാണ് സുധാബീജ് ബോനെയോലെ. അതിന്റെ പുറകെ കിട്ടുന്നതാണ് അമൃത്. കുറച്ച് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വേദനയും വേവലാതിയും ഒക്കെ അനുഭവിക്കണം. ഇന്നത്തെ സമൂഹം കുട്ടികളെ പറ്റി ദൂഷിപ്പ് പറയല്ല മക്കളെ. എല്ലാ സുഖങ്ങളും ഉണ്ട്. ചെറിയ കുട്ടികൾക്ക് 10 വയസ്സിന് താഴെയോ 15 വയസ്സിന് താഴെയോ ഉള്ളവരിവിടെ ഇരിക്കുന്നവരറിയാം. എല്ലാ സുഖമുണ്ട്. വീട്ടിൽ നിന്ന് നേരെ കാറിൽ കയറും, നേരെ വിദ്യാലയത്തിലെത്തുന്നു, അവിടെ നിന്ന് തിരിച്ചിട്ട് പോരുന്നു ഇല്ലേ. ഞാൻ പല സ്കൂളുകളിലും പ്രധാനാധ്യാപകരും മാനേജറും ഒക്കെ ആയിട്ടിരുന്നു. നമ്മുടെ 14 ഉണ്ടായിരുന്നു 1.5 വർഷം സരസ്വതിയിൽ പ്രധാനാധ്യാപകനായിട്ട്. ഇവിടെയല്ല കേട്ടോ, വേറൊരു സ്കൂളിൽ ഞാൻ വൈസ് പ്രിൻസിപ്പളായിട്ടും മാനേജറായിട്ട് ഇരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വന്നു.
രക്ഷിതാവ്, സാർ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുക്കള ഭാഗത്തൂടെയുള്ള റോഡ് നന്നാക്കിയിട്ടുണ്ട്, ഈ സ്കൂൾ ബസ് അതിലെ വന്നാൽ നന്നായിരുന്നു. അതുവരെ ഇപ്പുറത്തുകൂടിയാണ് പോകുന്നത്, മുന്നിൽ കൂടിയാണ്. പക്ഷെ അടുക്കള ഭാഗത്തു കൂടിയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് കുട്ടികളെ അതിലേക്ക് കയറ്റുന്നത്. ഞാൻ പറഞ്ഞ ആലോചിക്കാം, ഭാഗത്തൂടെ കയറ്റിയിട്ട് അടുക്കളയിൽ കൂടി ഇറക്കി പോകുന്ന ഒരു കാലം വരും നാളെ എന്ന് പറഞ്ഞാൽ തമാശയില്ല. അത് നമ്മൾ ഏറ്റവും സൗകര്യം നമ്മുടെ രക്ഷിതാക്കൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ ആളിത്യം മറക്കും. എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് നമ്മുടെ കുട്ടികൾ? ഒരു ഹോട്ടലിൽ പോയാൽ എന്ത് ഭക്ഷണമാണ് ആദ്യം അവർ ലിസ്റ്റ് തരുന്നത്? നമുക്ക് പേര് പറയുന്നത് ഷവർമയിലാണ് തുടങ്ങുന്നത്. വേറെ എന്തൊക്കെയാ പേരെന്ന് എനിക്കറിഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മുടെ ആചാരത്തിലും അനുഷ്ഠാനത്തിലേക്കും ശ്രദ്ധിച്ചാൽ അറിയാം, ലളിതമായ ഭക്ഷണങ്ങൾ കഴിക്കുക, രോഗമുക്തിയെങ്കിലും ഉണ്ടാവും. കിഴങ്ങു വർഗ്ഗങ്ങൾ, നമ്മൾ തിരുവാതിരയ്ക്കൊക്കെ അമ്മമാരിവിടെ ഇല്ലേ, തിരുവാതിര കളിക്കുന്നവരും തിരുവാതിര ആചരിക്കുന്നവരൊക്കെ ഇല്ലേ, എട്ടങ്ങാടി അല്ലേ, ചുട്ടെടുത്ത് അതിൻ്റെ പുഴുക്കുണ്ടാക്കി, പുഴുക്കിൻ്റെ കഥ പറയുമ്പോഴാണല്ലേ പ്രശോഭ മാഷും സന്തോഷ് മാഷ് ഞങ്ങളെല്ലാം കുടിക്കുന്നു. ഈ ബാലുശ്ശേരി നന്മണ്ണ എന്ന് പറഞ്ഞാൽ പൂളപ്പുഴുക്കിൻ്റെ കേന്ദ്രമാണ് അല്ലേ അല്ലേ? ബാലുശ്ശേരിയിൽ ബാലു നന്മണ്ടയിലൊക്കെ പറഞ്ഞാൽ പരിചയമുള്ള ആളുകൾ പറഞ്ഞാൽ പൂളപ്പുഴുക്കുണ്ടെന്ന് നോക്കാൻ പുളക്കറി എന്ന് പറയും. കിഴങ്ങ് വർഗ്ഗങ്ങൾ, കപ്പ പൂള മാത്രമൊന്നുമല്ല, ചെറുകിഴങ്ങുകളായിട്ട് നനക്കിഴങ്ങുകളായിട്ട് ചേനയും ചേമ്പും തുടങ്ങിയിട്ട് അങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിച്ചാൽ ക്യാൻസറിൽ നിന്ന് മുക്തി നേടാം. നമ്മൾ ഗൂഗിളിൽ അടിച്ചു, ആൻറ്റി ക്യാൻസറാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്തിരുന്നത്? മാംസം കഴിച്ച് 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 ഏറ്റവും കൂടുതൽ മാംസം കഴിക്കുന്ന ആളുകൾക്ക് ഏറ്റവും തരത്തിലുള്ള രോഗങ്ങളുണ്ട്. മനോരോഗികളായി മാറിക്കൊണ്ടിരിക്കുന്നു വേറെ തരത്തിൽ. നമുക്കൊരു മെഡിറ്റേഷൻ ഇല്ല. ഒരു ദിവസമെങ്കിലും ഈ ശിവരാത്രിയിലെങ്കിലും നമ്മൾ ഭജിച്ചിരിക്കൂ. നമ്മൾ കുട്ടികളുടെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ വളരെ ഏകാഗ്രതയോടെ ചിട്ടയോടെ കാണുക. എന്നിട്ട് ഭജിക്കണം, ഭജിച്ചിരിക്കണം. ഓം നമഃ ശിവായ ജപിച്ചുകൊണ്ട് നമ്മുടെ മനസ്സ് കോൺസെൻട്രേറ്റ് ആണ്. ഇന്ന് രാവിലെയോ സന്ധ്യയ്ക്കോ വിളക്ക് കത്തിച്ച് ഒരു 2 മിനിറ്റ് അതിനടുത്തിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമില്ല. ഇടയ്ക്ക് ഡെങ്കി ബാധിച്ചിട്ട് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് കോട്ടയത്ത് അന്ന് എൻ്റെ തൊട്ടടുത്ത റൂമിൽ 2 ആളുകളുള്ളവരെ പരിചയപ്പെട്ടപ്പോൾ ഒരു ടീച്ചർക്ക് എന്തോ ചെറിയൊരു വാദസംബന്ധമായ അതുപോലെ എന്തോ രോഗമുള്ളൂ. ഞാൻ അവരോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഹസ്ബൻഡൊക്കെ ആയിട്ട് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ഇതൊന്നും ശരിക്കും ഇംഗ്ലീഷ് മരുന്നൊന്നും കുടിച്ചിട്ട് മാറ്റേണ്ടതല്ല. നമ്മളെ ചില ഭക്ഷണ രീതികളും വ്യായാമം യോഗയൊക്കെ ആയ ഇതൊക്കെ മാറിക്കോളും. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അതിന് സമയം കിട്ടണ്ടേ മാഷ്? ഞാനൊന്നും വേണ്ടിയില്ല. ഉടനെ അയാൾ അതിൻ്റെ മറുപടി പറയാം, പക്ഷേ കൊല്ലത്തിൽ ഒരു 2 ആഴ്ച പറഞ്ഞ് ഇവിടെ മലർന്ന് കിടക്കാൻ സമയം, ആശുപത്രിയിൽ പോകാൻ നമുക്ക് സമയമുണ്ട്, ഗുളികകൾ തിന്നാൻ നമുക്ക് സമയമുണ്ട്, ഒരു 2 മിനിറ്റ് ധ്യാനിക്കാൻ നമുക്ക് സമയമില്ല. ലോകം മുഴുവൻ യോഗ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇവിടെയാണ് സൂര്യ നമസ്കാരം എന്ന് പറയുമ്പോൾ സൂര്യനെ നമസ്കരിച്ചിട്ട് എന്ത് കിട്ടാനാ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. കേരളത്തിൽ സാക്ഷര കേരളം, സുന്ദര കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട്. അറേബ്യൻ നാടുകളിൽ സൂര്യ നമസ്കാരം ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ 700 കോടി രൂപയാണ് അറേബ്യൻ നാട്ടില് ഒരു ഹൈന്ദവ ക്ഷേത്രം പണിയാൻ അവർ തയ്യാറായി. 700 കോടി രൂപ. അതിന്റെ പണി പൂർത്തീകരിച്ചതിനെ കുറിച്ചൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അത്ഭുതമാണ് തോന്നുക. 50 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടിറങ്ങിയാലും ഉടനെ അത് 20-ന് താഴേക്കാക്കി മാറ്റുന്ന മാർബിളുകൾ പതിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടില് ക്ഷേത്രങ്ങളിൽ ആനയെഴുന്നള്ളത്തും കരിമരുന്നും അടികൂടലും. കഴിഞ്ഞ ദിവസം ന്യൂസിൽ വന്നു, ഒരു സ്ഥലത്ത് 2 ഗ്രൂപ്പുകൾ തമ്മിൽ അടിപിടി ഉണ്ടായിട്ട് ഒരു ക്ഷേത്രോത്സവത്തിനിടയ്ക്ക് അടി നടക്കുന്നതിൻ്റെ കൂടെ ആനയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ആനയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. സേവനം മറക്കുന്നു, ത്യാഗം മറക്കുന്നു, സമർപ്പണം മറക്കുന്നു. മതങ്ങളുടെ പേരിലാണ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മതം മറന്നു പോയ ഒരു ദിവസം ഉണ്ടായിരുന്നില്ല. 2018-ലും 2019-ലും പ്രളയം വന്നപ്പോൾ മതമില്ലാതായി. നമുക്ക് ഭാരതത്തിൽ മതമില്ല. നാരായണ ഗുരുദേവർ പറഞ്ഞതുപോലെ നമുക്ക് മതമില്ല. നമ്മൾ പറയുന്നത് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഒക്കെ ഞാൻ തന്നെയാണ്.
ഈ പ്രപഞ്ചത്തിലെ ക്രിയേറ്റീവ് എനർജിയാണ് ബ്രഹ്മതത്വം, ബ്രഹ്മാവെന്ന് പറയുന്നത്. ആ എനർജിയുടെ ഒരു ഭാഗമാണത്, ക്രിയേറ്റീവ് എനർജിയാണ്. അത് നിലനിൽക്കുന്ന, ഈ കാണുന്നതെല്ലാം നിലനിൽക്കുന്നു, നമ്മളൊക്കെ നിലനിൽക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നതിന് ആ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളൊരു എനർജി ഫ്ലോ ഉണ്ട്, ദാറ്റ് ഈസ് വിഷ്ണു. ഇത് ഡീകമ്പോസ് ചെയ്യപ്പെടുന്ന ഒരു എനർജി നമ്മളിലെല്ലാം ഉണ്ട്, അതാണ് മഹേശ്വരൻ. ഇതാണ് തൃത്വം എന്ന് പറയുന്നത്, അല്ലാതെ വേറൊന്നല്ല. നമ്മൾ മറ്റൊരാളോട് പ്രാർത്ഥിക്കുകയല്ല, നമ്മൾ നമ്മളെ തന്നെ ചിട്ടപ്പെടുത്തുകയാണ്. ശരിക്കും ധ്യാനത്തിലൂടെ, ജപത്തിലൂടെ ലോകത്തിന് മുഴുവൻ മെഡിറ്റേഷൻ പഠിപ്പിച്ചത് ഭാരതമാണ്. ഇന്ന് പോസ്റ്റ് മോഡേൺ സൈക്കോളജിസ്റ്റുകളോട്, സൈക്കോതെറാപ്പിസ്റ്റുകളോട്, കൗൺസിലർമാരോട് ചോദിക്കുക, അവർ പറയും മാനസിക വിഭ്രാന്തിയിലേക്ക് പോകുന്ന പലതരത്തിൽ, ജോഹരി ലിംഗം എന്ന് പറഞ്ഞിട്ട് സയന്റിഫിക് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പലതരത്തിലുള്ള മാനസിക തലങ്ങളുണ്ട്, 4 തരം പ്രധാനമായിട്ട്. അതിൽ എൻ്റെ അസ്വസ്ഥത എനിക്ക് അറിയില്ല, മറ്റുള്ളവർക്ക് അറിയാം, ഒന്ന്. മറ്റൊന്ന് എനിക്കറിയാം, മറ്റുള്ളവർക്കും അറിയാം, ഒന്ന്. രണ്ടാമത്തത്. മൂന്നാമത്തത് എനിക്കറിയാം, മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടാ. നാലാമത്തത് എനിക്കും അറിയില്ല, മറ്റുള്ളവർക്കും അറിയില്ല. അതുകൊണ്ട് ഈ ഭ്രാന്താവും. മനസ്സിലാവില്ല. 4 തരത്തിൽ അസ്വസ്ഥതകൾ നമ്മളിലുണ്ട്. ഈ അസ്വസ്ഥതകൾ പോവാൻ പോസ്റ്റ് മോഡേൺ സൈക്കോളജി പറയുന്നത് മരുന്ന് പോലും വേണ്ട, ധ്യാനം മതി. നല്ല കവികള്, തത്വചിന്തകന്മാര്, സന്യാസിമാര് എല്ലാം, സപ്തർഷികൾ മുതൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും കേട്ടിട്ടുള്ളവരെല്ലാം സ്വസ്ഥമായിട്ട്, സ്വതന്ത്രമായിട്ട്, ധ്യാനനിരതരായിട്ട് ഒരു നേരമെങ്കിലും, എന്തിന് സഫാ മർവ മലനിരകൾക്കടിയിൽ നബിതിരിമേനി തപസ്സിരുന്നതിനെ കുറിച്ച് കഥ കേട്ടിട്ടില്ലേ? താപോർബ മലയിൽ തപസ്സിരിക്കാൻ പോയ യേശുദേവനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ശ്രീനാരായണ ഗുരുദേവൻ തപസ്സനുഷ്ഠിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ? വിവേകാനന്ദൻ 1892 ഡിസംബർ 23, 24, 25 ദിവസങ്ങളിൽ അവിടെ കന്യാകുമാരിയിലെ ഇന്നത്തെ വിവേകാനന്ദ പാറയിൽ ഏകാഗ്രചിത്തനായിട്ട് ഒരു വെള്ളം പോലും കുടിക്കാതെ 3 ദിവസം തപസ് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഗുരു പറഞ്ഞത്, പോയി വാടാ, ലോകത്തിന്റെ കീഴടക്കി. നമ്മുടെ മക്കൾ ഇന്ന് ലോകത്തെ കീഴടക്കാതിരിക്കാൻ കാരണം, പ്രായമെത്തുന്നതിന് മുൻപ് ആത്മഹത്യ ചെയ്യാൻ കാരണം, ആത്മധൈര്യമില്ലാതെ, ആത്മാർത്ഥതയില്ലാതെ, ആത്മബോധമില്ലാതെ, ആത്മാന്വേഷണ ത്വരയില്ലാതെ നശിച്ചു പോകാനുള്ള കാരണം ആധ്യാത്മികമായ നമ്മുടെ ചൈതന്യത്തെ കുറിച്ച് പഠിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് വീടുകളിൽ നഷ്ടപ്പെടുന്നു. വീടുകളിൽ അമ്മമാര് സന്ധ്യയാവുമ്പോഴേക്കും കൃത്യസമയത്ത് എത്തുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെയാ? ഇങ്ങനെ ഇരിക്കുന്നു വല്യമ്മ. അപ്പൊ കൂടെ വന്ന ആൾ ചോദിച്ചു, എന്താ വല്യമ്മ ഒരു സങ്കടം? നമ്മുടെ സീരിയലിന്റെ നിർമ്മാതാവ് മരിച്ചു വരുമാനെ, ഏതോ ഒരു സീരിയലിന്റെ ഓർമ്മ. സീരിയൽ കാണുന്നതെന്ന് ഞാൻ പറയുന്നില്ല, ത്രൂഔട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാമം ജപിക്കാൻ നമുക്ക് സമയമില്ല, മെഡിറ്റേഷൻ സമയമില്ല, രോഗം നമ്മളിലേക്ക് വരുന്നു. മാതൃജം, പിതൃജം, ദൗഹൃദ അപചാരജം ഋഗ്വേദം പറയുന്നതാണ്. അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും പല രോഗങ്ങളും നമുക്ക് വരുമെന്ന് നമ്മൾ വിചാരിച്ചു പോവുകയാണ്. അമ്മയ്ക്ക് ഷുഗറുണ്ട്, എനിക്കും ഷുഗർ ഉണ്ടാവുമെന്ന് നമ്മൾ ഉണ്ടാവില്ല. വേദം പണ്ടേ പറയുന്നു. ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്നു. ഇതിന്റെയൊക്കെ കാരണത്തെ കുറിച്ച് വേദം പറയും. ഋഗ്വേദവും അഥർവവേദവുമാണ് ആയുർവേദത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇതിന്റെ 2 ഭാഗങ്ങളാണ്. കൃത്യമായിട്ട് ഭാരതം ലോകത്തെ പഠിപ്പിച്ചു എങ്ങനെ ജീവിക്കണം. അതിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ. അപ്പൊ ആ ശിവൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ഇന്ദ്രിയങ്ങളും നമ്മുടെ പ്രാണനുമായിട്ട് കരുതിയാൽ, ദുർവാസാവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ദുർവാസനകളാണ്. സൈക്കോളജിയാണ്, പ്യുവർ സൈക്കോളജിയാണ് ശിവരാത്രിയുടെ തത്വം, ശിവതത്വം. ദുർവാസനകളാണ് നമ്മളെ ശമിക്കുന്നത്, നമ്മുടെ പോരായ്മകളാണ് നമ്മുടെ നാശത്തിന്, നമ്മുടെ രോഗത്തിന്, നമ്മുടെ കഷ്ടപ്പാടുകൾക്ക്, നമ്മുടെ വേവലാതികൾക്ക്, നമ്മുടെ ജീവിത ദുരന്തത്തിന് കാരണമാണ് ദുർവാസനകളാണ്. ആ ദുർവാസാവ് നമ്മളിലുണ്ട്. നമ്മുടെ മനസ്സാകുന്ന പാലാഴിയിൽ കടവയായിട്ട് മന്ധരയെ ഉപയോഗിച്ചു അല്ലേ? മനസ്സിനെ ധരിക്കുന്നത് മന്ധര. നമ്മളിപ്പോ മലയാളത്തിൽ എഴുതാറുള്ള മന്ധര എന്നാണ്, അതല്ല, മനസ്സിനെ ധരിക്കുന്നത് എന്നാണ് എഴുതുന്നത്. മന്ധര എന്ന് പറഞ്ഞാൽ നമ്മുടെ വികാര വിചാരങ്ങളാണ്. നമ്മുടെ വികാര വിചാരങ്ങളെ സ്ഥിതമാക്കിയിട്ട് അത് താണു പോവാതെ, ആദി കമണ്ഡലു അല്ലേ, മറ്റേ കമടം ആമ വന്നിട്ട് കുത്തി നിർത്തുന്നു എന്ന് പറയുന്ന കഥയിൽ താണു പോകാതെ പാലാഴിയിലെ ആ
മന്ധരപർവ്വതത്തെ കെട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ അതിനെ ചുറ്റിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? വാസുകിയെ കൊണ്ടാണ്, വാസനകളാണ്. വാസുകി വാസന. നമ്മുടെ വാസനകൾ ഒരു ഭാഗത്ത് ദുർവാസന, മറുഭാഗത്ത് സദ്വാസന. ഒരു ഭാഗത്ത് ദേവന്മാർ, മറുഭാഗത്ത് അസുരന്മാർ. കറക്കി 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 ദുർവാസനകളെ പിടിച്ച് മനസ്സിനെ ധരിക്കുന്ന വികാര വിചാരങ്ങളെ ചുറ്റി കടഞ്ഞ് 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 കടഞ്ഞെടുത്താൽ ഞാൻ തുടങ്ങിയെടുക്കുകയാണ്. ആ പാലിൽ നിന്ന് വെണ്ണയെടുക്കുന്നത് പോലെ നമ്മുടെ മനസ്സിലുള്ള പോരായ്മകൾ മാറിയിട്ട് പാലാടിയിൽ നിന്ന് അമൃത് ലഭിക്കും. അമൃത് മരണമില്ലായ്മ. അതാണ് അമൃതമശ്നുതേ, മരണമില്ലായ്മ നിനക്ക് ആശംസിക്കുന്നു. വിദ്യയാ അമൃതമശ്നുതേ എന്ന് പറയുന്നു. അറിവ് നേടുമ്പോൾ നിങ്ങൾ മരണമില്ലാത്തവരായിട്ട് മാറുന്നു. ഈ ഒരു തത്വത്തിലേക്ക് നമ്മുടെ ഉള്ളിലുള്ള പോരായ്മകളെ നമ്മൾ തന്നെ തകർത്ത് നമ്മളിലുള്ള നന്മകളെ തിരിച്ചെടുത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മുടെ മനസ്സാണ്, നമ്മുടെ ബുദ്ധിയാണ്, നമ്മുടെ പ്രാണനാണ് നമ്മുടെ പോരായ്മകൾക്ക് കാരണം. നമ്മുടെ ആത്മനല്ല. മനസ്സിലായില്ലേ? നമ്മുടെ ആത്മനെപ്പോഴും സച്ചിദാനന്ദ സ്വരൂപനാണ്. മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നച ശ്രോത്രജിഹ്വേ നച പ്രാണനേത്രേ നച വ്യോമഭൂമി ന തേജോ ന വായു ചിദാനന്ദരൂപം ശിവോഹം. ശിവോ, നമ്മളെല്ലാം ശിവനാണ്. ശങ്കരാചാര്യരെ കുറിച്ച് പറഞ്ഞ് നമുക്കും ചൊല്ലാം, ശിവോഹം ശിവോഹം, ഞാൻ ശിവനാണ്, ഞാൻ ശിവനാണ്. അതുകൊണ്ട് വരും കാലങ്ങളിൽ ഈ സമൂഹത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഭാവങ്ങളിലേക്ക്, സേവനത്തിൻ്റെ ഭാവങ്ങളിലേക്ക് ഇറങ്ങാൻ നമുക്ക് വഴി കാണിച്ച് പല രൂപത്തിലും പല വേഷത്തിലും പല ഭാവത്തിലുമുള്ള കുടുംബമാണ് എന്ന് ശിവകുടുംബത്തിന് തോന്നുമ്പോൾ, നമ്മളൊക്കെ പലതരത്തിലുള്ളവരാണെന്ന് തോന്നുമ്പോൾ തമ്മിലടിക്കാതെ, തർക്കിക്കാതെ, ഒന്നിനും പിടിച്ചു പറിക്കാതെ എല്ലാവരും ഒന്നിച്ചു കൂടുന്ന കുടുംബമായി തീരാനുള്ള ഒരു സന്ദേശമായിട്ട് ഈ ശിവരാത്രിയുടെ സന്ദേശം നമുക്ക് മാറണം. ആ ഒരു സംസ്കാരത്തെ ലോകത്തിന് മുഴുവൻ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നേരത്തെ ഞാൻ ചൊല്ലിയ മംഗളശ്ലോകം ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കാം. ലോകം മുഴുവൻ ശാന്തി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം.